ശരി, ശ്രീ പണിക്കർ, ഒരു വിമത സൈന്യത്തിന് സിറിയ കീഴടക്കാൻ എടുത്തത് 10, 11, 12 ദിവസം മാത്രമാണ്. അപ്പോൾ സിറിയയ്ക്കുള്ളിൽ നിന്ന് തന്നെ വേണ്ടത്ര പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ ജുലാനിയുടെ സംഘത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. സിറിയൻ പ്രധാനമന്ത്രി പോലും ഇതിന് പിന്തുണ നൽകിയിരിക്കുന്നു എന്ന് ഇപ്പോഴത്തെ അതിനുശേഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ സൂചനയാണല്ലോ. ഏത് ഭരണകൂടത്തെയും അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സിറിയൻ പ്രധാനമന്ത്രി പറയുന്നു, അസദ് രാഷ്ട്രീയ അഭയം തേടി റഷ്യയിലേക്ക് കടന്നതിന് പിന്നാലെ. അപ്പോൾ പാളയത്തിലും പടയുണ്ടായിരുന്നു അസദിനെതിരെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. നിശ്ചയമായിട്ടുമില്ല. കാരണം അല്പം മുമ്പ് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ അവിടെ ഒരു സൈന്യം മാത്രമായിരുന്നില്ല. ഈ വിമത സൈന്യം എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 1/2 ഡസൻ വിവിധ യൂണിറ്റുകൾ ഒന്നിച്ച് ചേർന്നിട്ടാണ്. അപ്പോൾ ഈ HTSന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു മേന്മയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് തന്നെ ഈ പല വിഭാഗങ്ങൾ, ഇങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പൊരുതിക്കൊണ്ട് നിന്നിരുന്ന ഈ വിഭാഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മേന്മയായിട്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ കാണുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും താല്പര്യം എന്ന് പറയുന്നത് തന്നെ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുക, വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഇത്തരത്തിലുള്ള കുടുംബവാഴ്ച അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഭരണത്തിന്റെ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായിട്ട് അദ്ദേഹം വളരെ അൺപോപ്പുലറായിട്ട് മാറിയിട്ടുമുണ്ട്. നമുക്കത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഈ 2011 മുതൽ ഇങ്ങോട്ടുള്ള ഒരു 1.5 പതിറ്റാണ്ടോളം വരുന്ന സമയം അദ്ദേഹം വളരെ അൺപോപ്പുലറായിട്ട് മാറുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അവരുടെ എക്കോണമി തകരുന്ന രീതിയിലത്തേക്കുള്ള ഒരു അവസ്ഥ അവിടെ സംജാതമായിരുന്നു. അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ പല നയങ്ങളും ആൾക്കാരുടെ ഇടയിൽ സ്വീകാര്യത ഇല്ലാത്തതായിരുന്നു. പിന്നെ എത്രയൊക്കെ ആയാലും നമ്മൾ ഈ അടുത്ത കുറേ രാജ്യങ്ങളുടെ പതനത്തിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭരണം പിടിച്ചെടുക്കുക എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്നതെല്ലാം തന്നെ ഡമ്മി ആണെങ്കിലും അല്ലെങ്കിലും ജനാധിപത്യ സ്വഭാവമുള്ള സർക്കാരായിരുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലത്തേക്കുള്ള ഒരു സർക്കാർ ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടു, അവിടെ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടായിരുന്നു. ശ്രീലങ്കയിലാണെങ്കിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ഇവിടെ ഒരു ഏകാധിപത്യ ഭരണം പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നു, കുടുംബവാഴ്ച നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവരുന്ന നയങ്ങൾ, നയപരിപാടികൾ, ആൾക്കാർക്ക് തൊഴിൽ കിട്ടുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എക്കോണമിയുടെ തകർച്ച, ഈ കാര്യങ്ങളെല്ലാം തന്നെ അസാദിനെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെ അൺപോപ്പുലർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൈനിക സഹായം നൽകിയിരിക്കുന്ന 2 രാജ്യങ്ങൾ റഷ്യയും ഇറാനുമാണ്. ഈ 2 രാജ്യങ്ങളും കഴിഞ്ഞ കുറേ കാലമായിട്ട് അവരുടെ സൈന്യത്തിനെ കൃത്യമായ രീതിയിൽ ഈ സിറിയയ്ക്ക് കൊടുക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യത്തിലുമാണ്. യുക്രൈനിൽ ചുരുങ്ങിയ കാലം കൊണ്ട് യുദ്ധം അവസാനിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടുവെങ്കിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈന്യത്തിന്റെ റീഡിപ്ലോയ്മെന്റും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവർക്ക് സിറിയ എന്ന് പറയുന്നത് ഒരു ബാധ്യതയായി മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇസ്രായേലിന്റെ കണ്ണിലെ കരടായി മാറുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മിലിറ്ററിയെ മൊബിലൈസ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം ഇവർക്ക് സഹായമെല്ലാം തന്നെ നൽകുന്ന ലെബനനിലെ ഹിസ്ബുള്ളയൊക്കെ ആണെങ്കിലും അവർക്കെല്ലാവരും തന്നെ ഇപ്പോൾ മറ്റ് പല പല വാർ തിയേറ്ററുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറിയയ്ക്ക് കൃത്യമായ രീതിയിലത്തേക്കുള്ള സഹായം അവിടെ എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 1/2 ഡസനോളം വരുന്ന പല മിലീഷ്യകളെല്ലാം തന്നെ ചേർന്നിട്ട് ഒന്നിച്ചു പോകാനായിട്ട് അവിടെ ശ്രമിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇങ്ങനെ അധികാരം പിടിക്കുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ വസതിയൊക്കെ കയ്യേറുക, ഈ സംഭവങ്ങളൊക്കെ നടന്നിരുന്നപ്പോൾ അതിൽ വളരെ ഉത്സാഹം പ്രകടിപ്പിച്ചിരുന്ന, വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നത് പൊതുവെ പൊതുജനങ്ങളായിരുന്നില്ല, മറിച്ച് ആ വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ഇവിടെയുള്ള ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസം, ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് എന്താണ് എന്നതിനെപ്പറ്റി അവർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ നിലവിൽ അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത് ശരിയായ രീതിയിലത്തേക്കുള്ള ഒരു ഭരണമായിരുന്നില്ല എന്നും ഏകാധിപത്യ ഭരണത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ ജനതയാണ്. അതുകൊണ്ടാണ് അവർ ഈ പുലർച്ചെ വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ നടത്തി ആഹ്ലാദ പ്രകടനമൊക്കെ നടക്കുന്ന സമയത്ത് ഇവരെല്ലാവരും തന്നെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നതും അസാദിന്റെ ഭരണം അവസാനിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനെ അവർ സ്വീകരിക്കുന്നതും അദ്ദേഹം രാജ്യത്ത് നിന്ന് പുറത്തു പോയി എന്നതിനെയൊക്കെ തന്നെ വളരെ ആഹ്ലാദത്തോടു കൂടി അവർ കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ ഐസിസിന്റെ അല്ലെങ്കിൽ അൽഖ്വയ്ദയുടെ ഒക്കെ തന്നെ ഒരു ഓഫ് ഷൂട്ടാണ് HTS എന്ന് പറയുമ്പോഴും അവർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവരുടേതായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പൊളിറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് പോലും IS-ൽ നിന്ന് പിന്നീട് ഈ HTS രൂപീകരിക്കുകയും IS-ഉമായിട്ട് യാതൊരു വിധത്തിലുള്ള അഫിലിയേഷനും ഇല്ലാത്ത രീതിയിലത്തേക്ക് അവർ മാറുന്ന സമയത്ത് IS അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സംഘടന അവിടെ രൂപീകരിച്ചിരുന്നു. ആ ഒരു സംഘടന അതിനെ എന്താ പറയുക, അത് വളരെ റാഡിക്കലായിട്ടുള്ള ഒരു സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിർവീര്യമാക്കുന്നതിന് HTS-ഉം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
തീവ്രമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദത്തിനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെയെങ്കിലും അതിൽ തന്നെ കൂടുതൽ ഭീകരവാദം പറയുന്ന IS പോലെയുള്ള സംഘടനകൾ അതാണ് റാഡിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഫോഴ്സുകളെയൊക്കെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിൽ കുറച്ചുകൂടി ജനകീയമായിട്ടുള്ള ഒരു മുഖം ഒരുപക്ഷെ HTS ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ധാരണയ്ക്ക് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് വഴിവെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ വലിയ അതൃപ്തിയിൽ കഴിയുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർജൻസ് എന്ന് പറയുന്നത് അവർ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രധാനമന്ത്രിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് അധികാര തുടർച്ച എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്നാണ്. അതിന്റെ ഭാഗമായിട്ട് പുതുതായിട്ട് വരുന്ന ഒരു ഭരണകൂടം ആരാണെങ്കിലും അവിടെ തൽക്കാലം ഒരു ഇന്ററിം ഭരണമായിട്ട് നിന്നതിന് ശേഷം അത് കൈമാറ്റം ചെയ്യും എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള സഹായം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കാം. പക്ഷേ അത് റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് HTS തയ്യാറാകുന്നുണ്ട്. HTS തന്നെ പറയുന്നത് അവിടെയുള്ള പ്രധാനപ്പെട്ട പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ നിലവിൽ പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുമെന്നും ഒരു അധികാര കൈമാറ്റം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇന്ററിം എഗ്രിമെന്റ് ഉണ്ടാകുന്ന സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ പരിപാടികളും എല്ലാം നോക്കാമെന്നും, അതായത് ഒരു ജനാധിപത്യ സർക്കാരിലേക്ക് നീങ്ങുമെന്ന രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുവാനായിട്ട് HTS ഇപ്പോൾ ശ്രമിച്ചു വരുന്നുണ്ട്. അതായത് അൽഖ്വയ്ദയുമായിട്ടും IS-ഉമായിട്ടും ഒന്നും ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സർക്കാർ ആയിരിക്കും. അത് അസദ് ഭരണകൂടം പോലെ ആയിരിക്കില്ല. കഴിഞ്ഞ 24 വർഷത്തെ ആ ഭരണം അല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്ന പ്രതീക്ഷ നൽകുമ്പോൾ അത് സിറിയയിലെ ന്യൂനപക്ഷങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നതായിരിക്കുമല്ലോ. അങ്ങനെ ഒരു കണക്കുകൂട്ടൽ വേണോ വേണ്ടയോ ഇപ്പോൾ? അല്ല, തീർച്ചയായിട്ടും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷ നൽകുന്നുണ്ടാവും. കാരണം അതല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് അല്ലെങ്കിൽ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അവർ പരസ്യമായിട്ട് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അവർ അത്രത്തോളം അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു. അപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു ഭരണകൂടം അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. നേരെ മറിച്ച് നമ്മൾ ജനറലി കാണുന്ന ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ഏകാധിപത്യ സർക്കാരിനെ ഒരു ഭീകരവാദ ഗ്രൂപ്പ് വീഴ്ത്തുന്നു എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല നിർബന്ധമായിട്ടും അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ പുതിയൊരു ഭരണക്രമം അവിടെ ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള ഏകാധിപത്യത്തിനെ ഇല്ലാതെയാക്കുകയും പിന്നെ മറ്റു പല സംഘടനകൾ, നേരത്തെ പറഞ്ഞിരുന്നത് പോലെയുള്ള IS-ന്റെ ഓഫ് ഷൂട്ട് ആയിട്ടുള്ള ഹുറാസ് അൽ-ദിൻ എന്നൊക്കെ പറയുന്ന സംഘടനകളെയൊക്കെ തന്നെ റാഡിക്കൽ സംഘടനകളാണ് എന്ന രീതിയിലേക്ക് സ്റ്റാമ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടുതൽ പ്രതീക്ഷ ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആത്യന്തികമായി ഇതൊക്കെ സ്റ്റെം ചെയ്തിരിക്കുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഭീകരവാദ ആശയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്ക് മാറുക എന്നുള്ള ഒരു പ്രവൃത്തി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവർക്കിപ്പോൾ ഉള്ള ഈ ജനങ്ങളുടെ ഇടയിൽ കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയെ നിലനിർത്തണമെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ജനതയ്ക്ക് സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഉറപ്പുണ്ടാകണം. അതിനോടൊപ്പം തന്നെ അവർക്ക് വിദേശ നയമുണ്ടാകണം. വളരെ കൃത്യമായിട്ട് ഈ ഇന്റർനാഷണൽ പ്ലെയേഴ്സിനെ എല്ലാം തന്നെ ഞങ്ങളുടേത് ശരിയായിട്ടുള്ള ഒരു നീക്കമായിരുന്നുവെന്നും ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു റാഡിക്കൽ എലമെന്റ് അല്ല, ഞങ്ങൾ തീവ്ര ആശയങ്ങളുള്ള ആൾക്കാരല്ല എന്ന രീതിയിലത്തേക്ക് പറയാനും വേണ്ടിയിട്ട് അവർക്ക് ശ്രമിക്കണം. അത് സാധിക്കാത്തിടത്തോളം കാലം ഒരുപക്ഷെ ഇനി പുതിയ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭീകരവാദ ഭരണകൂടത്തിന്റെ ഒരു കരാളഹസ്തത്തിലേക്ക് ആ ഒരു രാജ്യം അമർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ രാജ്യമൊക്കെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും അവിടുത്തെ ഒരു എക്കോണമി അതായത് ഇപ്പോൾ അസാദിന്റെ ഭരണകൂടം എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ പ്രോബ്ലംസിനെ എല്ലാം പരിഹരിച്ചുകൊണ്ട് പിന്നീട് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണക്രമവും അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു എക്കോണമിയും വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മിലിറ്റന്റ് യൂണിറ്റ് വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് അന്താരാഷ്ട്ര സഹായങ്ങൾ ഉണ്ടാകണം, കണ്ടിന്യൂഡ് സപ്പോർട്ട് ഉണ്ടാകണം. അതിന് ഭീകരവാദം അവർ ഉപേക്ഷിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കൃത്യമായ മെസ്സേജ് ഉണ്ടെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര സഹായം പോലും കിട്ടുകയുള്ളൂ. അതല്ല എങ്കിൽ ഇവരോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും രാജ്യം സഹായിക്കും. അങ്ങനെ സഹായിക്കപ്പെട്ട ഒരു രാജ്യവും ശോഭിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വിവരം ഈ HTS-ന്റെ ലീഡർഷിപ്പിന് ഉണ്ട് എങ്കിൽ ഒരു